യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കേറി കിടക്കാൻ എനിക്കൊരു കിടപ്പാടം വേണം. കിടപ്പാടോ? അതെ, കിടപ്പാടം. മഹാലക്ഷ്മി അമ്മയെ ഞാൻ കൊന്നില്ലേ? പോലീസ് എന്നെ അന്വേഷിച്ച് നടക്കയല്ലേ? അവരെന്നെ പിടിച്ച ഞാൻ നിങ്ങളുടെയൊക്കെ പേര് പറയൂലേ? ഭായ് ഭായ് കൂയി അകത്ത് പോയാലേ ഞാൻ നിങ്ങളുടെയൊക്കെ പേര് പറയും. ചതിക്കല്ലേ ഭായ്, ചെയ്യല്ലേ. ചതിക്കില്ല. തല ചായ്ക്കാൻ ഒരിടം തന്നാൽ, അവരെന്നെ പിടിക്കാതിരിക്കാൻ സുരക്ഷിതമായൊരു താവളം തന്നാൽ. എന്തായാലും ഇവിടെ പറ്റില്ല. അതെന്താ? ഇവിടെ പ്രായപൂർത്തിയായ സ്ത്രീകളൊക്കെ ഉള്ളതല്ലേ. പിന്നെ നീ ഇവിടെ താമസിക്കുന്നതോ? എന്റെ ഭായ്, തൽക്കാലം ഭായ് എവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. കാശ് കിട്ടിയാ പിന്നെ ഭായിക്ക് ബോംബെക്കോ പോവർണത്തോ എവിടെയും പോവല്ലോ. ഞാൻ എങ്ങോട്ട് പോകണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. മതി, ഭായ് തീരുമാനിച്ചാ മതി. ഭായ് വാ പറയട്ടെ. വന്നേ ഭായ് പറയട്ടെ. ഈ ഷർട്ടിന് 2 പോക്കറ്റ്, ഒരുപാട് പൈസ വിഷ്കാനാ. നീയൊക്കെ തന്ന പിടിച്ചു വലിച്ച് നീ എവിടെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകണം. അല്ല, മൃഗശാലയിൽ ഇങ്ങോട്ട് വന്നേ. അയ്യേ, ഇത് സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്. ഞാനൊരു ഗുണ്ടയാണെന്ന കാര്യം നീ മറക്കുന്നുണ്ട്. ഇതെന്തിനാ? മാംഗോ ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്താടാ. നല്ല സ്വാദ്. ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു മാംഗോ ജ്യൂസ് കുടിച്ചിട്ടില്ല. പോണ്ടേ? മറന്നുപോയി. ഫ്ലൈറ്റ് പോവും. ഫ്ലൈറ്റാ? അതെ, 1:30 മുംബൈ ഫ്ലൈറ്റ്. ഈ കരി അല്ല, മാധവൻകുട്ടി അല്ല, ഗോവിന്ദൻകുട്ടിയുടെ ഒരു കാര്യം. ഇനി ഇതുപോലെ ജ്യൂസ് കൊടുക്കാൻ നിൽക്കണം. ഷുഗറൊക്കെ ഉള്ള മനുഷ്യനാ. വന്നേ एक मिनट. शुक्रिया बहन जी, आपके जूस बहुत पसंद है. പസന്ത്. വാ ഫ്ലൈറ്റ് പോവും. വന്നേ. എന്ത് നല്ല മനുഷ്യനാ. ബോംബെയിലെ വലിയ ബിസിനസ്സുകാരനാ അത്രേ. എന്നിട്ട് നോക്കേ, വലിയ ജാടോയും മറ്റോ ഉണ്ടോന്ന്. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. തൽക്കാലം നിന്നെ വിശ്വസിച്ച് ഞാൻ പോവാ. ഒരാഴ്ചക്കകം എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ശരിക്കുള്ള ധാരാവി എന്താണെന്ന് നീ അറിയും. തരാമെന്ന് പറഞ്ഞല്ലോ എന്റെ ഭായ്. നിങ്ങളൊന്ന് പോയേ. ഇല്ലെങ്കിൽ ഞാനൊരു വരവൂടെ ഇങ്ങ് വരും, കാശ് മുതലാക്കാൻ. അന്ന് തിരിച്ചു പോകുന്നത് ഇതുപോലെ ഉണക്ക ജ്യൂസും കുടിച്ചിട്ടായിരിക്കില്ല. ആ ജ്യൂസ് ഇട്ട് തന്ന മധുരത്തെ ഞാനങ്ങ് പൊക്കും. എന്താ കെട്ടിയോളെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? പൊക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കും. എന്നിട്ട് നേരെ ബോംബെക്ക് കടത്തും. അതാവുമ്പോ മുതൽ മാത്രമല്ല, പലിശ മുതലാവും. ചെറ്റത്തരം പറയാൻ മാത്രമല്ലടാ, വേണ്ടി വന്ന പ്രവർത്തിക്കുകയും ചെയ്യും. ഓർമ്മയുണ്ടല്ലോ, ദാദറിലെ നദിയ ബീഗം, മുള്ളണ്ടിലെ സോഫിയ പദ്വർക്കർ, താനയിലെ ലക്ഷ്മി ചൗധരി, കൂട്ടത്തിൽ മാണിക്യമംഗലത്തെ മൈഥിലി. അതിന്റെ പേര് കൂടി ചേർപ്പിക്കരുത്. നിർത്തണം. നിന്റെ എത്ര തമാശ പറഞ്ഞാൽ തീരെ. അയ്യോ, ഇവിടെ നോക്കിയേ, ഇങ്ങനെ വായി പൊളിച്ചുന്ന ഫ്ലൈറ്റാ. വിമാനത്തിന് സമയമായി. ഇല്ലെങ്കില് ഞാനിവിടെ അങ്ങ് നിന്നേനെ. എന്ത് ചെയ്യാം, സമയം അനുവദിക്കുന്നില്ലല്ലോ. ഫ്ലൈറ്റ് സമയം പോണ്ടേ. പോയിട്ട് വരാ അജയഘോഷേ. വിശ്വനാഥ മുതലാളിയോട് പ്രത്യേക അന്വേഷണം പറയണേ. പിന്നെ ആഹാരത്തിന് മുൻപും പിൻപും പറഞ്ഞ നല്ല കോമഡി. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓ ശരി, ആയിക്കോട്ടെ. ജുബാലക്കണേ.
ഇത്ര അടുപ്പമുള്ള ഫ്രണ്ട് ഉണ്ടായിട്ടും ആ ചേട്ടൻ എന്തുകൊണ്ടാ പറയാത്തെ? സമയം കിട്ടണ്ടടി മുത്തേ. ചന്ദ്രേട്ടാ, അമ്മയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. ആരാ വന്നു പോയത്? ആരാ? ഏത്? ഇപ്പോ കാറിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അതോ, അത് ഗോവിന്ദൻകുട്ടി നായർ. ഏത് ഗോവിന്ദൻകുട്ടി നായർ? ഓ, ചന്ദ്രേട്ടൻ അറിയല്ല, എന്റെയും വിശ്വട്ടിനെയും ഫ്രണ്ടാ. ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് നിങ്ങൾക്കുള്ളത്? എന്റെ കൂടെ പഠിച്ച അല്ലല്ല, പണ്ട് പാർട്ണറായിരുന്നു. ഏട്ടൻ ആലോചിക്കേണ്ട, അറിയില്ല. പുള്ളി അങ്ങ് ബോംബെയിലുള്ളതാ. നേര് പറടാ. നേരല്ലേ പിന്നെ ഞാൻ പറയുന്നത്? അല്ല, അയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ട് കാണുമല്ലോ. നായര് ബോംബെയിൽ നമ്മുടെ പാർട്ണറായിരുന്നു. പോരാത്തതിന് എണ്ണച്ചെട്ടിയാരുടെ ഫ്രണ്ടും. അപ്പോ ഉറപ്പായിട്ടും കാണും. അജയ, നീ കളിക്കാതെ കാര്യം പറ. വന്നത് പണം ചോദിക്കാൻ. എന്ത് പണം? ഏത് പണം? ചന്ദ്രനെന്താ ഒരുമാതിരി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നല്ലേ? അതേടാ, ക്വസ്റ്റ്യൻ ചെയ്യാ. നീ മറുപടി പറഞ്ഞേ പറ്റൂ. സത്യം പറയണം. അയാൾ വന്നത് നമ്മുടെ അമ്മയെക്കുറിച്ച് എന്താ വിവരം കൊണ്ടല്ലേ? അമ്മയെക്കുറിച്ചുള്ള വിവരോ? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? കാവേരി അടുത്ത് ഉണ്ടായിരുന്നു, ഇവൾ ഉടനിപ്പുണ്ടായിരുന്നു. ചോദിച്ചു നോക്ക്. അയാള് അമ്മയെ പറ്റി വല്ലതും പറഞ്ഞോ മോളെ? ഇല്ല ചന്ദ്രേട്ടാ, അയാൾ വന്നത് അമ്മയുടെ കാര്യം പറയാനല്ല, പാർട്ണർഷിപ്പിന്റെ പണം വാങ്ങാനാ. പാർട്ട്ണർഷിപ്പ് പണോ? അതെ, പാർട്ണർഷിപ്പ് പണം. അത് വാങ്ങാനാണല്ലോ പണ്ട് എണ്ണച്ചെട്ടിയാർ വന്നത്. അന്ന് വിശ്വട്ടൻ പറഞ്ഞില്ലേ എറണാകുളത്ത് സൂര്യ ഹോട്ടലിൽ താമസിച്ച കാര്യമൊക്കെ? ആ ചെട്ടിയാര് പറഞ്ഞു വിട്ടതാ ഈ ഗോവിന്ദൻ നായരെ. എടി മോളെ, നീ വന്നേ. എനിക്ക് ഭയങ്കര വിശപ്പ്. കഴിക്കാൻ വലിയ ഇരിപ്പുണ്ടോ? ഉപ്പുണ്ട്, ഞാൻ എടുക്കട്ടെ. ഉപ്പുമാവോ? നീ ഉണ്ടാക്കുമ്പോ മധുരമുള്ള മാവ്. ഇങ്ങോട്ട് വന്നേ, അത് തന്നെ കഴിക്കാം. ശരിയേട്ടാ. ഒടുക്കത്തെ വിശപ്പ്. അമ്മ തപ്പി കാലത്തെ ഇറങ്ങിയതല്ലേ. അമ്മ കാച്ചിക്ക് പോയിട്ടുണ്ടാവും, ഉറപ്പാ. അജയനൊന്ന് നിന്നേ. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. ആ വന്നു പോയത് കരീംഭായി അല്ലേ? ഏട്ടനും അനിയനും തീക്കൊള്ളി കൊണ്ടാ തല ചൊറിയുന്നത്. അവൻ ഇന്ന് ഈ വീടിന്റെ കിടപ്പറയിൽ കയറി. നാളെ അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്നെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. കൊന്നതായാലും കൊല്ലിച്ചതായാലും എത്രയും വേഗം അവന്റെ ഇടപാടുകൾ തീർക്കണം. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം മറ്റുള്ളവരെ കൂടി അനുഭവിപ്പിക്കരുത്. എന്താ? എന്താ മോളെ? ഒന്നുമില്ല. ഞങ്ങളീ അമ്മയുടെ കാര്യം സംസാരിച്ച് നിന്നതാ. അമ്മ പെട്ടെന്ന് വരുമായിരിക്കും അല്ലേ എടുത്തി? നീ എന്താ നോക്കി നിൽക്കുന്നേ? വന്ന ഏട്ടനല്ല എടുത്തതാ. വല്ലാത്ത വിശപ്പ്, ഗ്യാസും കയറിയും തോന്നുന്നു.